വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളെല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് 3 ലിറ്റർ വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരോടും പറയുമ്പോൾ നമ്മുടെ കിഡ്നി പേഷ്യൻസ്, അതായത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ 3 ലിറ്റർ വെള്ളം കുടിക്കാവൂ. അതായത് വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരോടും അല്ലേ പറയുക. അപ്പം നമ്മൾ ആലോചിക്കുക, കിഡ്നി അസുഖം, കിഡ്നി റിലേറ്റഡ് ആയിട്ട്, അതായത് നമുക്ക് പ്രശ്നമുള്ളവർക്ക്, വൃക്ക രോഗങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അത്രയും വെള്ളം കുടിക്കാവൂ. ഒരിക്കലും അത്രയും വെള്ളം കുടിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ 1.5 ലിറ്റർ വെള്ളമോ അതിൽ താഴെ ആയിരിക്കും അവർക്ക് ഒരു ദിവസം കുടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ഈ 3 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നോർമലി ഒരു അസുഖവും ഇല്ലാത്തവർക്കാണ് 3 ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടി പറയുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഈ ഓർഗൻ, അതായത് നമുക്ക് ഈ കിഡ്നി ഡിസീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വൃക്കരോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഓൾറെഡി നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാവും 1.5 ലിറ്റർ വെള്ളം കുടിക്കണം, അത് കൂടാൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുണ്ടാകും. ഡെയിലി നിങ്ങൾ വെയിറ്റ് നോക്കേണ്ടതാണ്, നിങ്ങളുടെ കാലിന് നീരുണ്ടോ, കൈക്ക് നീരുണ്ടോ എന്നുള്ളത് നോക്കണം, മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് നോക്കേണ്ടതാണ്. ഇതൊക്കെ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. കൂടുതൽ നമ്മൾ ശരീരം നീര് വെക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മൂത്രം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, അതായത് വൃക്ക നന്നായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് വരുന്നത്. അപ്പം നമുക്ക് ശരീരത്തിൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളും കെട്ടിക്കിടന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് അതിൽ കൂടുതൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ നീരൊക്കെ വരുന്നുണ്ടോ, അതായത് വൃക്ക രോഗികളോടാണ് ഞാൻ പറയുന്നത്. നീര് വെക്കുന്നുണ്ടോ, വെയിറ്റ് കൂടുന്നുണ്ടോ, അടിവരിലൊക്കെ നമ്മൾ നീര് വന്നാൽ നമുക്ക് വെയിറ്റ് കൂടി അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം, വെള്ളം കൂടുതൽ കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക.